ചേട്ടാ നമസ്കാരം. ഇനി വരാൻ പോണ ആഘോഷങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോ ഇവിടെ വരാൻ പോകുന്നത് 29-30 തീയതികളിൽ നരസിംഹ ജയന്തി 30-ാം തീയതി പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. നമ്മുടെ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം നരസിംഹ ജയന്തിയും ഒരുമിച്ചാണ്. ഇവിടെ ലക്ഷ്മി നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠ. പക്ഷെ നമ്മൾ ഈ അമ്പലത്തിനെ ചാണോത്ത് അച്ഛന്മാരുടെ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി. ഒരു ചോദ്യം കൊണ്ടുണ്ട്, ഈ അച്ഛന്മാരുടെ അമ്പലം എന്ന് പറയാനുള്ള പ്രധാന കാരണം? അച്ഛന്മാരുടെ അമ്പലം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ദേശത്തിന്റെ സംരക്ഷണത്തിനായിട്ട് അശ്വാരൂഢരായ 2 യോഗീശ്വരന്മാര് ഉണ്ടായിരുന്നു. അതൊരു പഴയ സങ്കല്പമാണ്. ഇവിടെ കാർഷിക ആയിരുന്നു. ഇതൊരു 400 ഏക്കറിൽ പെടുന്ന ഒരു കാർഷിക സ്ഥലമായിരുന്നു ഇതിന്റെ. അപ്പൊ അവർ അശ്വാരൂഢരായ 2 വ്യക്തികളാണ് ഇതിന്റെ സംരക്ഷകരായിരുന്നത്. അവർ ദൈവിക ചൈതന്യമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവരാണ് നമ്മൾ അച്ഛന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു തറയാണ് നമ്മളിവിടെ ബാക്കിൽ കാണുന്നത്. അച്ഛന്മാരുടെ ഒരു തറ. അവിടെ ഒരു യോഗീശ്വര പ്രതിഷ്ഠയുണ്ട്, അച്ഛന്മാരുടെ പ്രതിഷ്ഠയുണ്ട്. ഇപ്പൊ ക്ഷേത്രം നാട്ടുകാരുടെ അധീനതയിലാണോ അതോ സമുദായത്തിന് അനീതിയിലാണോ? ഈ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സമുദായങ്ങളുടെ അനീതിയിലാണ്. ചാണോത്ത് കിഴക്കേ ദേശവും ചാണോത്ത് ദേശവും. പിന്നെ ഇതിൽ പെടാത്ത ഇവിടുത്തെ വിശ്വാസികൾ, അത് ജാതി മത ഭേദം തന്നെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ ഞങ്ങൾ നടത്താറ്. അതിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നൊന്നുമില്ല. എല്ലാവരും ഇതിൽ വളരെ മനോഹരമായി സഹകരിക്കാറുണ്ട്. ഇനി വരാൻ പോണ ഉത്സവത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റും? ഇനിയിപ്പോ വരുന്ന ഉത്സവം 29-ാം തീയതി 6 മണിക്ക് നമ്മൾ തുടങ്ങുന്ന ഉത്സവം ഇവിടുത്തെ ഈ ദേശത്തിലുള്ള കുട്ടികളുടെ കലാപരിപാടിയോടുകൂടി തുടങ്ങി ഒരു 5-6 ടീമിന്റെ വീരനാട്യം, തിരുവാതിരക്കളി, അങ്ങനെ അന്ന് രാത്രി 6 മണി മുതൽ 10 മണി വരെയുള്ള ഒരു കലോത്സവം പോലെയുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് പുലർച്ചെ നമ്മുടെ തന്ത്രി ഋഷികേശൻ തന്ത്രിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 4 മണിക്ക് നട തുറക്കലോടുകൂടി ഉത്സവം ആരംഭിക്കുക. പൂജകളും കർമ്മങ്ങളും ഗണപതി ഹോമം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃത്യം 10:30 അന്നദാനം തുടങ്ങും. അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യ രീതിയിലാണ് നമ്മൾ എല്ലാ കൊല്ലം അന്നദാനം നടത്താറ്. അത് 30-ാം തീയതി ആണോ? 30-ാം തീയതി 11 മണിക്ക് അന്നദാനം ആരംഭിക്കും. അന്നദാനത്തിന് ശേഷം കാലത്ത് നാരായണീയം പാരായണം, അതേപോലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനുശേഷം അന്നദാനത്തിന് ശേഷം 6 മണിക്ക് നമ്മൾ ഉത്സവം, അതായത് ഇവിടെ വേറൊരു അമ്പലത്തിന്റെ പ്രതിഷ്ഠയില്ല, ഒരു സ്ഥാനമുണ്ട്. അതായത് മനസ്സിലുള്ള ഒരു സ്ഥാനമാണ്. പണ്ടൊരു അമ്പലം നിലനിന്നിരുന്നു, ചേലക്കാവ് ഭഗവതി. ആ ചേലക്കാവ് ഭഗവതിയുടെ അവിടുന്ന് ആന എഴുന്നള്ളിച്ച് ആന ബാൻഡ് സെറ്റ്, ഫ്ലോക്ക് ഡാൻസ്, കലാപരിപാടിയോട് കൂടി നമ്മൾ അമ്പലത്തിൽ വന്നു ചേരും. രാത്രി 10 മണി വരെ, 10 മണി 11 മണിക്ക് നമ്മുടെ പരിപാടി അവസാനിക്കും. 29-30 തീയതികളിലാണ് ഈ ചാനൽ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിലും നമ്മുടെ ഒല്ലൂർ മണ്ഡലത്തിലും തൃശ്ശൂർ ജില്ലയിലും ആൾക്കാർ കാണുന്നതാണ്. നമ്മളിത് ഒരു ക്ഷണമായിട്ട് പറയുകയാണ്. എല്ലാവരും നമ്മുടെ അമ്പലത്തിലെ പരിപാടികൾക്കും അന്നദാനത്തിനും എല്ലാവരും വരണമെന്ന് നമ്മൾ എല്ലാവരും ക്ഷണമായിട്ട് കരുതണം. ശരിക്കും ഈ അന്നദാനം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വരില്ലേ? അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മുടെ അന്നദാനം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രതിഷ്ഠ നടന്നപ്പോൾ തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുത്ത് തന്നെ മടക്കി വിടുള്ളൂ. ഒരു 1000 പേരിൽ കൂടുതൽ ആളുകൾ വന്നാൽ എങ്ങനെ? നമ്മളൊരു 1500 ആൾക്കുള്ള ഭക്ഷണം നിലവിൽ കരുതിയിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അന്നദാനത്തിന്റെ പ്രതീകമല്ല, ഒരു സദ്യയാണ് നമ്മൾ നടത്തുന്നത്. 11 വിഭവങ്ങളും പരിപ്പ് പ്രഥമനോടൊക്കെ കൂടി ഒരു സദ്യ. അത് ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പൊ അമ്പലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വരുമാനമുള്ള ഒരു അമ്പലമല്ല. ഞങ്ങളെ എല്ലാവരും കയ്യിൽ നിന്ന് എടുത്തിട്ടും വഴിപാടായിട്ടും ഈ നാട്ടിലെ എല്ലാ ആപാലവൃദ്ധ ജനങ്ങളും നമ്മൾ ഈ പരിപാടി നടത്താനായിട്ട് സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയാണ്. വലിപ്പ ചെറുപ്പമില്ലാതെ 50,000 മുതൽ 1000 രൂപ വരെ തന്ന ആൾക്കാരുണ്ട് ഈ പരിപാടി നടത്താൻ. അത് അവരുടെ ഇതനുസരിച്ച് നമ്മൾ ചോദിക്കാനോ ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെ അവർ ഈ സമയമാകുമ്പോൾ നമുക്ക് എത്തിച്ചു തരും. സാധാരണ ദിവസങ്ങളിൽ ഈ പൂജ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? സാധാരണ ദിവസങ്ങളിൽ നമുക്ക് രാവിലെ 6 മണിക്ക് നട തുറക്കും. അതിനുശേഷം ഉഷപൂജ, പാൽപ്പായസത്തോടുകൂടി ഹവിസോടുകൂടി ഉച്ചപൂജ, 9 മണിക്ക് നടയടക്കൽ, വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, മലർന്നേരത്തോടുകൂടി ദീപാരാധന, അതോടെ 7 മണിയോടുകൂടി നടയടക്കൽ. ഈ 7 മണിക്ക് നടച്ചതിന് ശേഷം ആളുകൾ വരാറുണ്ട് ഇവിടെ? ദൂരദേശങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടിട്ട് എത്താറുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ലക്ഷ്മി സമേതമായതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് ആൾക്കാരോട് എത്താറുണ്ട്. ഈ നരസിംഹമൂർത്തി പ്രതിഷ്ഠയായ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ എന്താണ്? ഇവിടെ വന്നത് പാനകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേദ്യമായിട്ട് വരുന്നത് പാനകമാണ്. ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള നേദ്യം വരുന്നത്. ഇത് മനോഹരമായ ഹിബിക്കസ് ഗാർഡൻ. ഈ ഹിബിക്കസ് ഗാർഡനിൽ വെച്ചാണ് നമ്മുടെ അന്നദാനം നടക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നെല്ലേങ്കര പോൾ വർഗീസ് എന്ന് പറയും. നമ്മുടെ നെല്ലേങ്കര വർഗീസാണ്, മൺ പോളേട്ടനാണ് ആള് ഇവിടെ മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കി അറിയാം, റോട്ടറി ക്ലബ്ബ് അങ്ങനെയുള്ള വലിയ വലിയ ക്ലബ്ബുകളുടെ പരിപാടികളും നല്ല മാരേജും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് 29-ാം തീയതി 30-ാം തീയതി
ഒരു രൂപ പോലും മേടിക്കാതെ ആള് നമുക്ക് എല്ലാ വർഷവും ഈ പോളേട്ടൻ നമുക്ക് വിട്ടുതരും. അത് മാത്രമല്ല, ആളൊരു അന്നദാനത്തിന്റെ പൈസയും നമുക്ക് ഇങ്ങോട്ട് തരാറാണ് പതിവ്. അപ്പൊ നമ്മളോട് അമ്പലത്തിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വളരെ മനോഹരമായി നമ്മളോട് ഈ നരസിംഹമൂർത്തി അമ്പലത്തിനോട് സഹകരിക്കുന്ന പോളേട്ടന് ഈ അവസരത്തിൽ ഞങ്ങളൊരു നന്ദി, ഞങ്ങളെല്ലാവരുടെയും ഞങ്ങളുടെ വിശ്വാസികളുടെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതോടെ ഈ ഹിബിക്കസ് ഗാർഡൻ ചാണകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്ന് ഇതിൽ പരിചയപ്പെടുത്തും കൂടി ചെയ്യാം. ഈ വരുന്ന 29, 30 തീയതികളിൽ നടത്തപ്പെടുന്ന നരസിംഹ ജയന്തി ആഘോഷത്തിലേക്ക് എല്ലാവർക്കും